നമ്മുടെ ഏദൻ തോട്ടത്തിലെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല മഴയാണല്ലേ, ഒരാഴ്ച കൊണ്ട് മഴയായത് കാരണം നമ്മുടെ ടെറസിൻ്റെ തറയൊക്കെ നല്ല വൃത്തികേടായിട്ടുണ്ട്. എല്ലാത്തിനും നല്ലതുപോലെ കള കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചാൽ ഇതെല്ലാം കളയൊക്കെ പറിച്ച് തറയൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയാൽ മാത്രമേ പുതിയത് നടാനോ വളമിടാനോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഇന്നിപ്പോൾ കുറച്ച് വെയിലുണ്ട്, തറയൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഞാൻ മുകളിലോട്ട് വന്നത്. നമ്മുടെ സൂര്യകാന്തിയും ബന്ദിയും എല്ലാം നല്ലതുപോലെ പൂത്തിട്ടുണ്ട്. നിറച്ച് ഡ്രാഗൺ ഫ്രൂട്ട്സ് പഴുത്ത് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് അതിനെയൊക്കെ ഒന്ന് വിളവെടുത്ത് വേണ്ട. ഡ്രാഗൺ ഫ്രൂട്ട് നല്ലതുപോലെ പഴുത്ത് നിൽക്കുന്ന അതിനെ വിളവെടുത്ത് കുറേ എണ്ണം പഴുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 10-15 എണ്ണം പഴുത്ത് നിൽപ്പുണ്ടെന്ന് തോന്നുന്നു. അതെല്ലാം പറിച്ച് അതിൻ്റെ ചുവട്ടിൽ ഒന്നുകൂടെ വളമൊക്കെ ഇട്ട് കൊടുക്കണം. ഓരോ പ്രാവശ്യത്തെ വിളവെടുപ്പിന് ശേഷവും ഏത് പച്ചക്കറി ആയിരുന്നാലും ശരി തന്നെ വിളവെടുപ്പ് കഴിയുമ്പോൾ വീണ്ടും വളമിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള പരിചരണം കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ വീണ്ടും വിളവെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്സ് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കി നല്ല പഴുത്തത് നോക്കി എല്ലാം പറിച്ചെടുക്കാം. മഴ കഴിഞ്ഞപ്പോൾ നമ്മുടെ ടെറസിൻ്റെ ഇന്നത്തെ കണ്ടീഷൻ ഇതാ. പൂക്കളെല്ലാം നല്ല ഭംഗിയായിട്ട് നിറഞ്ഞ് നിൽപ്പുണ്ട് കേട്ടോ. ബന്ദിയും മഞ്ഞയും ഓറഞ്ചും എല്ലാം നല്ലതുപോലെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഓണക്കാലം എത്താറായില്ലേ. അപ്പോൾ ഇവിടെ ഓണക്കാലം അല്ലെങ്കിൽ തന്നെ ഞാൻ ഇതിൽ നിന്ന് വീണ്ടും കട്ടിങ്സ് എടുത്ത് വെച്ച് വീണ്ടും പിടിപ്പിച്ച് എപ്പോഴും നമ്മുടെ തോട്ടത്തിൽ ബന്ദിയും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പൂക്കളൊക്കെ നിറഞ്ഞ് നിൽക്കും. ഇത്രയും ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടി. നമ്മുടെ കുഞ്ഞ് ടെറസിൽ നിന്ന് ഇത്രയൊക്കെ കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ സന്തോഷമുള്ള കാര്യമല്ലേ. ആരെങ്കിലും വീട്ടിൽ വരുമ്പോൾ അവർക്ക് ഇതിൽ നിന്ന് ഒരെണ്ണം കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ആരുടെയെങ്കിലും വീട്ടിലോട്ട് വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ വീട്ടിലെ പച്ചക്കറിയാണ് അല്ലെങ്കിൽ ഫ്രൂട്ടാണെന്ന് പറഞ്ഞിട്ട് കൊണ്ട് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് വലിയ സന്തോഷമുള്ളൊരു കാര്യമല്ലേ. ഏകദേശം ഒരു 10-12 എണ്ണം ഉണ്ട്. ഓരോന്നിനും മിക്കവാറും എല്ലാം ഒരു 1/2 കിലോ വെയിറ്റിനോളം തൂക്കം വരുന്നതാണ്. ഇപ്പം കിലോയ്ക്ക് 200 രൂപ റേറ്റ് ഉണ്ടല്ലേ. അപ്പം വില എന്നുള്ളതിനേക്കാൾ നമ്മുടെ സ്വന്തം തോട്ടത്തിൽ നിന്ന് കിട്ടിയത് അതിന് ഒരു പ്രത്യേക വാല്യൂ ഇല്ലേ. ഞാൻ പച്ചക്കറികൾക്ക് ജൈവവളങ്ങൾ ഒഴിക്കുന്ന കൂട്ടത്തിൽ ഈ ഡ്രാഗൺ ഫ്രൂട്ട്സിനും ഒഴിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ വിളവെടുപ്പ് കഴിയുമ്പോൾ പ്രത്യേകം നമ്മൾ പൊട്ടാഷ് വളങ്ങൾ ചേർത്ത് കൊടുക്കണം. അത് ഏത് പച്ചക്കറിക്കായിരുന്നാലും നമ്മൾ പൊട്ടാഷ് വളങ്ങൾ ഇടയ്ക്ക് വീണ്ടും ചേർത്ത് കൊടുത്താൽ മാത്രമേ നല്ല രീതിയിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നിപ്പോൾ കൊണ്ടുവച്ചിരിക്കുന്നത് കുറച്ച് ചാരവും മുട്ടത്തോട് പൊടിച്ചതും കൂടെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ ചുവട് ഇളക്കി അതിൻ്റെ മൂട്ടിലൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ കണ്ടോ, എല്ലാം നിറച്ച് പൂത്ത് കായ്ച്ച് ഒക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത് കണ്ടോ. അപ്പം നമ്മുടെ ഏദൻ തോട്ടത്തിലെ ഇന്നത്തെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലേ. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്തേക്കണം. അടുത്ത് നമ്മുടെ തോട്ടത്തിൽ വേറൊരു കാഴ്ചയായിട്ട് നമ്മൾ വീണ്ടും കാണുന്നത് വരെ ബായ്.